നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ 2025 എന്ന ഒരു പുതിയ വർഷം വരികയാണ്. ആ പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷവും ഇതുപോലെ നമ്മളിൽ പലരും ഗോളുകൾ സെറ്റ് ചെയ്യുകയും പലതും നാം അച്ചീവ് ചെയ്യുകയും എന്നാൽ മഹാഭൂരിപക്ഷവും അച്ചീവ് ചെയ്തിട്ടില്ലായിരിക്കാം. എന്നാൽ 2025 നാം സെറ്റ് ചെയ്യുന്ന എല്ലാ ഗോളുകളും കൃത്യമായി അച്ചീവ് ചെയ്യാൻ കഴിയുന്ന 7 പ്രിൻസിപ്പിൾസ് ആണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നമ്മളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ പൊട്ടൻഷ്യലും പുറത്തെടുത്തുകൊണ്ടുള്ള നമ്മുടെ എല്ലാ കഴിവുകളും പുറത്തെടുത്തുകൊണ്ട് നാം നമ്മുടെ ഏറ്റവും നല്ല വേർഷനായിട്ടായിരിക്കണം നാം ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഓരോ പടികളുമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, വ്യത്യസ്തമായ കഴിവുകളാകാം. എനിക്ക് കഴിയുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് കഴിയുന്നത്, നിങ്ങൾക്ക് കഴിയാത്ത പലതും എനിക്ക് കഴിഞ്ഞെന്നും വരും. എന്നാൽ നമ്മുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം നമ്മുടെ ആ ഗോളിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് വേർഷൻ നാം ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, ആൾവേസ് കീപ് യുവർ മൈൻഡ് ഓൺ ദ ഗോൾ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളിൽ എല്ലാ സമയത്തും നമുക്ക് ഓർമ്മയുണ്ടാകുക. നമ്മുടെ മൈൻഡ് അതിൽ തന്നെ കെട്ടുപിണഞ്ഞു കിടക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണോ, നാം എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ഗോൾ എന്താണോ, നമ്മുടെ വിഷൻ എന്താണോ, അതിലേക്ക് തന്നെ നമ്മുടെ മൈൻഡിനെ എല്ലാ സമയത്തും ഫോക്കസ് ചെയ്തുകൊണ്ട് നിർത്തുക. ഇടയ്ക്ക് വെച്ച് ശ്രദ്ധ മാറുകയോ നമ്മുടെ ലക്ഷ്യം തിരിച്ചുവിടുകയോ ഒന്നും ചെയ്യരുത്. എന്ത് പ്രയാസം വന്നാലും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഗോളിലേക്കായിരിക്കണം, നമ്മുടെ ലക്ഷ്യത്തിലേക്കായിരിക്കണം. മൂന്നാമത്തേത്, എവരി ഗോൾസ് നീഡ്സ് എ ടാർഗറ്റ് ഡേറ്റ്. എല്ലാ ഗോളും നമ്മുടെ ലക്ഷ്യത്തിന് ഒരു ടാർഗറ്റ് ഡേറ്റ് വേണം. ഇന്ന തീയതിയിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും. ഓരോ ഡേറ്റ് വെച്ചുകൊണ്ട്, കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട്, ടൈം ബൗണ്ട് ആയിക്കൊണ്ടായിരിക്കണം നാം കാര്യങ്ങളെ തീരുമാനിക്കുന്നതും അത് അച്ചീവ് ചെയ്യുന്നതും. അത് നമ്മളുടെ പ്രോഗ്രസ് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അളവുകോലായിക്കൊണ്ടും നമുക്കതിനെ ഉപയോഗിക്കാം. ഇന്ന ഡേറ്റിന് ഞാൻ ഇന്ന കാര്യം ചെയ്യും. ലോങ് ടൈം ഗോളാണ് എങ്കിൽ പോലും ഒരു മാസത്തിൽ, ഒരാഴ്ചയിൽ നാം എത്രമാത്രം നാം മുന്നോട്ട് പോകണമെന്ന് നാം നേരത്തെ നിശ്ചയിക്കണം. ആ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് കൃത്യമായി നാം വിലയിരുത്തണം. നാലാമത്തെ പ്രിൻസിപ്പിൾ, ഇഫ് യു ടയേർഡ് ടേക്ക് എ ബ്രേക്ക് ബട്ട് ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഗോളിലേക്ക് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം നമുക്ക് ക്ഷീണം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മടുപ്പ് സംഭവിച്ചേക്കാം. ആ സമയത്ത് നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുന്നത് നമ്മൾ ഒരിക്കലും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് ചെയ്യാനുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി, ഊർജം നാം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. എന്നാലും നാം ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. എത്ര പ്രയാസങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വരുമെന്നത് നാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നാം ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുത്തുകൊണ്ട് ആണ് എങ്കിൽ പോലും പുതിയ ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ ആ ഗോളിലേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുക. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ, ദർ ആർ നോ ഷോർട്ട് കട്ട് ടു സക്സസ്. വിജയത്തിലേക്ക് ഒരിക്കലും ഷോർട്ട് കട്ടില്ല, ഒരു എളുപ്പ വഴി നാം ഒരിക്കലും തേടാൻ പാടില്ല. നാം കഠിനമായ എഫേർട്ട് ഇട്ടുകൊണ്ടു തന്നെയായിരിക്കണം നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. ഷോർട്ട് കട്ടിലൂടെ നമ്മൾ എന്ത് നേടിയാലും അതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഷോർട്ട് കട്ട് എന്നത് സക്സസിന്റെ ഒരു വഴിയേ അല്ല. കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, എല്ലാ എഫേർട്ടും നാം പേ ചെയ്തുകൊണ്ട് സക്സസിലേക്ക് നാം നീങ്ങണം. ലോകത്ത് ഒന്നും പേ ചെയ്യാതെ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് വിജയവും. നമുക്ക് ഷോർട്ട് കട്ടിലൂടെയോ ഫ്രീ ആയിട്ടോ ഭാഗ്യത്തിന്റെ പേരിലോ ഒന്നും ലഭിക്കുന്നതല്ല. നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ എഫേർട്ടുമാണ് നമ്മുടെ സക്സസിനെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആറാമത്തെ പ്രിൻസിപ്പിൾ, വി നീഡ് ദ പ്ലാൻ, ദ റോഡ് മാപ്പ് ആൻഡ് ദ കറേജ് ടു
പ്രസ് ഓൺ ടു അവർ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, അതിൽ തന്നെ തുടർച്ചയായി ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി, ഒരു വ്യതിചലനവുമില്ലാതെ മറ്റൊരു പാതയിലേക്കും മാറിപ്പോകാതെ ലക്ഷ്യത്തിലേക്കു തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും തടസ്സം വന്നാലും അതിലേക്കു തന്നെ നടന്നെടുക്കാനുള്ള ഒരു റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിൽ വേണം. കൃത്യമായ പ്ലാനിങ് വേണം. നാം 2025 അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിലെന്തെല്ലാം കഴിവുകൾ എനിക്ക് നിലവിലുണ്ട്, ബാക്കി എന്തെല്ലാം കഴിവുകൾ ഞാൻ പുതിയ സ്കില്ലുകൾ കരഗതമാക്കേണ്ടതുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള തടസ്സങ്ങളെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കൃത്യമായ പ്ലാനിങ്ങും ഒരു റൂട്ട് മാപ്പും ഞാൻ ആദ്യത്തെ മാസം ജനുവരിയിൽ ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പേഴ്സണൽ ഗ്രോത്തിലും എൻ്റെ ഗോളിലെ അച്ചീവ് ചെയ്യാനുള്ള ആ യാത്രയുടെ വളർച്ചയ്ക്കും ഞാൻ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യും എന്ന് നാം കൃത്യമായി രേഖപ്പെടുത്തണം. അതുപോലെ ഫെബ്രുവരി മാസത്തിൽ അങ്ങനെ തുടർച്ചയായി ഓരോ മാസവും നാം അച്ചീവ് ചെയ്യേണ്ടതും അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സ്കില്ലുകൾ നാം നേടേണ്ടതുമായ കൃത്യമായ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ, കൃത്യമായ ഒരു പിക്ചർ പ്ലാനിങ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഒരു പ്രതിസന്ധിയെയും ഒരു തടസ്സത്തിനും നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നാം നമ്മുടെ ആ റൂട്ടിലൂടെ, ലക്ഷ്യസ്ഥാനത്തിലൂടെ നാം നമ്മുടെ വിജയത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഏഴാമത്തെ പ്രിൻസിപ്പിൾ, സ്ട്രൈവ് ഫോർ എക്സലൻസ് നോട്ട് ഫോർ പെർഫെക്ഷൻ. നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ നാം ചെയ്യുക. ഓരോ ദിവസവും ഒരു പുരോഗതിയിലേക്ക് കൊണ്ടെത്തുക, എക്സലൻസ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും പരിപൂർണമായി ആ കാര്യം ചെയ്യുക എന്നതിലുപരി നമുക്ക് കഴിയുന്ന നമ്മുടെ കഴിവിൻ്റെ പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പെർഫെക്ഷനെ ഓർത്ത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയതിന് ശേഷം ഞാൻ തുടങ്ങാം, അല്ല എങ്കിൽ പ്രവർത്തിക്കാം എന്നൊരിക്കലും കരുതരുത്. എക്സലന്റ് ആയി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നാം മെച്ചപ്പെടുത്തി അങ്ങനെ ഓരോ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്താണ് പെർഫെക്ഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ പെർഫെക്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മാറ്റിവെക്കാതെ നാം എക്സലന്റ് ആയി നമ്മുടെ ബെസ്റ്റ് വേർഷനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നാം കാര്യങ്ങൾ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. ഈ 7 കാര്യങ്ങളെ കൃത്യമായി നാം നമ്മുടെ ജീവിതത്തിലെ യാത്രയിൽ നമ്മോടൊപ്പം കൂടെ കൂട്ടിയാൽ ഈ 7 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സക്സസിലേക്കുള്ള യാത്രയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 2025 നാം ലക്ഷ്യം വെക്കുന്ന എല്ലാ കാര്യങ്ങളെയും നേടിക്കൊണ്ട് 2025 നമ്മുടെ ഒരു ഭാഗ്യവർഷമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിന് നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.